ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. തിരുവനന്തപുരത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പാലസ്തീനിൽ നിന്നുൾപ്പെടെയുള്ള 19 സിനിമകൾക്ക് അനുമതി നൽകാത്ത കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാനം. വിലക്ക് രാഷ്ട്രീയ അജണ്ടയെന്നും സിനിമയുടെ പേരുകളോട് പോലും അസഹിഷ്ണുതയാണെന്നുമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. അടുത്ത തവണ മേള നടക്കുമോ എന്ന് പോലും ആശങ്കയുണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പ്രതികരിച്ചു. ലോകത്തെ തന്നെ മാതൃകാപരമായ മേള IFFK 29 എഡിഷനുകളിലില്ലാത്ത പ്രശ്നം ആണിപ്പോൾ. ബോധപൂർവം കേന്ദ്രത്തിന്റെ അറിവോടെ സൃഷ്ടിച്ച പ്രശ്നമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. സിനിമകളുടെ അനുമതി ആദ്യം തന്നെ നിഷേധിച്ചു. സിനിമകളുടെ ആവശ്യകത അറിയിച്ചപ്പോൾ 189 എണ്ണത്തിന് അനുമതി കിട്ടി. ഇനി 19 സിനിമകൾക്ക് കൂടി അനുമതി ലഭിക്കാനുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മേളയുടെ പ്രതിസന്ധി വേദനാജനകം, സങ്കടകരവുമാണ്. ക്ലാസിക്കൽ സിനിമകൾ വെട്ടിനിരത്തി. അടുത്ത തവണ മേള നടക്കുമോ എന്ന് പോലും ആശങ്ക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചലച്ചിത്ര പ്രേമികൾ മേളയ്ക്ക് എത്തി. ആരെങ്കിലും ഇനി മേളയ്ക്ക് വരുമോ എന്ന് മന്ത്രി ചോദിച്ചു. ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഉടൻ ഇടപെടണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. സർക്കാർ എല്ലാം കൃത്യമായി ചെയ്തു. ഒരു അപേക്ഷയും വൈകിയിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ തന്നെ ചിത്രങ്ങൾ തള്ളി. സിനിമ കാണുക ജനങ്ങളുടെ അവകാശമാണ്. വിലക്ക് നീക്കാൻ ചർച്ചകൾ തുടരുകയാണ്. സർക്കാർ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. വളർന്നുവരുന്ന വർഗീയതയുടെയും ഫാസിസത്തിന്റെയും ഉദാഹരണമാണിതെന്നും കേരളത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.